എന്നെ ഇങ്ങനെ ഫസ്റ്റ് കവളത്തിടിച്ചു. ഇടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇരിക്കുമായിരുന്നു. ബാക്കിലോട്ട് ഓടി, ഞാൻ ബാക്കിൽ സീറ്റ് വന്നിരുന്നു. അപ്പം സീറ്റ് വെച്ച് എന്നെ ഇടിച്ചു. ഇടത്തെ കവള ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇടിച്ചു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ സംസ്ഥാനത്ത് ഏറി വരികയാണ്. കൊട്ടാരക്കര പവിത്രേശ്വരത്തുള്ള ഒരു മാനേജ്മെന്റ് സ്കൂളിലാണ് ഇപ്പോൾ വിദ്യാർത്ഥിക്ക് നേരെ അധ്യാപകന്റെ ക്രൂര നടപടി ഉണ്ടായിരിക്കുന്നത്. ക്ലാസ്സിൽ സീറ്റ് മാറിയിരുന്നതിനെ ചൊല്ലി അധ്യാപകൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുൻപും ഇതേ അധ്യാപകനിൽ നിന്ന് മറ്റ് വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ അധ്യാപകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ വിദ്യാർത്ഥി കൊട്ടാരക്കര മീഡിയയോട് തന്റെ അനുഭവം പങ്കുവെക്കുന്നു. എൻ്റെ പേര് ശിവഹരി. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പം എനിക്കൊരു സംഭവം നടന്നു. ഇന്നത്തേക്ക് 4 ദിവസം മുമ്പ്, കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ ക്ലാസ്സിലൊരു അധ്യാപകൻ സീറ്റ് മാറിയിരുന്നതിന് എന്നെ മർദ്ദിച്ചു. അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോയ്ക്ക് എന്തുകൊണ്ടാണ് ഒരു കാരണമില്ലാതെ ഇങ്ങനെ മർദ്ദിക്കത്തില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പം സംഭവം നടന്നത് അന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1:30 തൊട്ടുള്ള സമയത്ത് ഈ സാറ് ക്ലാസ്സിലോട്ട് കയറി വന്ന് ആദ്യത്തെ ഒരു 20 മിനിറ്റ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് സാറ് പേപ്പർ നോക്കാനായിട്ട് സാറിൻ്റെ ഡെസ്കിൽ പോയിരുന്നു. അപ്പം അതിനു മുമ്പ് അച്ഛനെ ഒരുമാതിരി രീതിയിൽ സാറ് സ്ഥിരം അങ്ങനെ ഒരു തമാശ രൂപേണ സാർ അങ്ങനെ പറയാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യമായിട്ട് എടുത്തില്ല. അപ്പം ഞാൻ ഇരിക്കുന്നത് ബാക്കിലാണ്. ബാക്ക് ബെഞ്ചിൽ നിന്ന് ഞാൻ ഫ്രണ്ടിലോട്ട് പോയിരുന്നു. സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലോ, സാറോട്ട് നിന്ന് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക. ഫ്രണ്ടിലോട്ട് പോയിരുന്നപ്പം സാറിങ്ങനെ എണ്ണീറ്റപ്പം ഞാൻ ബാക്കിൽ വീണ്ടും പോയിരുന്നു. പഠിപ്പിക്കാനാണെന്ന് വിചാരിച്ച് ഞാൻ ബാക്കിൽ പോയിരുന്നു. പിന്നെ സാറ് ഇരുന്ന് പേപ്പർ നോക്കിയപ്പം ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ സാറിങ്ങനെ എണ്ണീറ്റു ഡസ്റ്റർ എടുത്ത് തന്നെ എറിഞ്ഞു. ഞാൻ അപ്പം ബാക്കിലോട്ട് ഓടി. സാറ് എണ്ണീറ്റ് എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടപ്പോഴത്തേക്ക് ഞാൻ ബാക്കിലോട്ട് ഓടി. സാറിൻ്റെ ഒരു സ്വഭാവം വെച്ച് സാറ് എടുത്തിട്ട് അടിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ബാക്കിലോട്ട് ഓടി. അപ്പോൾ ഈ ഡസ്റ്റർ എൻ്റെ മുഖത്ത് തട്ടിയിട്ട് താഴെ വീണു. അപ്പോൾ സാറിന് അടുത്ത് പോയി സാറിനത് കൊടുക്കാൻ പറ്റത്തില്ല. സാറിൻ്റെ ഒരു സ്വഭാവം വെച്ച് അടിക്കും, തൊഴിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഡസ്റ്റർ എടുത്ത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ചെറുക്കൻ്റെ മുഖത്തിൽ ദേഹത്തുമുണ്ട്. അപ്പം അവന് പ്രശ്നമൊന്നുമില്ല. സാറിത് കണ്ടിട്ട് എന്നെ വന്നിട്ട് ഫസ്റ്റ് എന്നെ ഈ ഒരു ഭാഗത്ത് ഇടത്തെ കവിളിൽ എന്നെ ഇടിച്ചപ്പോൾ തന്നെ എന്നെ പകുതി കിളി പോയി. ഞാൻ പകുതി ചത്തു. അപ്പം പിന്നെ അങ്ങോട്ട് വന്നിട്ട് എന്നെ പിടിച്ചൊരു തള്ളി തലയുടെ ബാക്കിൽ നിന്ന് ഭിത്തിയിലിടിച്ചു. അവിടെ എന്നെ കഴുത്തിന് പിടിച്ച് അവിടെ ഇടിച്ചു. നല്ല ശാരീരികമായിട്ട് നല്ലോണം ആ ഒരു സമയത്ത് മർദ്ദിച്ചു. അപ്പം നല്ല ഇടി തന്നെ കിട്ടി. പിന്നെ ഞാൻ എണ്ണീറ്റപ്പം എന്നെ പിടിച്ച് തള്ളിയപ്പോൾ ഈ തലയുടെ ബാക്ക് പോയി ഭിത്തിയിൽ ഇടിച്ചു. ഭയങ്കര ശബ്ദമൊക്കെ. തലയുടെ ബാക്കിൽ നിന്ന് ഭിത്തി ഇടിച്ച് ഇവിടെ മുഴച്ച്. പിന്നെ അവിടെ എന്നെ കൊങ്ങയ്ക്ക് ഇങ്ങനെ പിടിച്ച് നിർത്തി ഇടിച്ചു. ഭയങ്കര ഈ കയ്യിൽ ഈ ഒരു ഭാഗത്തും കൈയുടെ ഈ ഒരു ഭാഗത്തും പിന്നെ കവളത്തുമൊക്കെ ആയിട്ട് ഇടിച്ചു. അതാ അന്ന് സംഭവം നടന്നത്. പിന്നെ കൊങ്ങയ്ക്ക് ഇങ്ങനെ പിടിച്ച് ആ ഭിത്തി വെച്ച് ഇങ്ങനെ കൊങ്ങയ്ക്ക് പിടിച്ച് ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേക്ക് ആർക്കായാലും ശ്വാസം മുട്ടും. അങ്ങനെ ഞാൻ ശ്വാസം മുട്ടി തള്ളാൻ നോക്കി. പക്ഷെ സാറങ്ങനെ മാറിയതൊന്നുമില്ല. സാറിനൊരു കുലുക്കവും ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇനി ശ്വാസം മുട്ടി. അപ്പം അങ്ങനെ ശാരീരികമായിട്ട് തന്നെ ഉപദ്രവിച്ചത്. അങ്ങനെ സാറ് പഠിപ്പിക്കുന്നത് സോഷ്യൽ സയൻസാണ്. പുള്ളി സാറ് ഇതുവരെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 5ാമത്തെ തവണ ഇങ്ങനെ വളരെ ഒരു ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ടുള്ളൊരു മർദ്ദനം ഉണ്ടാകുന്നത്. ഈ ഒരു ചുറ്റുവട്ടത്തിൽ തന്നെയുള്ള കുറേ കുട്ടികളെ ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര രീതിയിൽ മാനസികമായിട്ട് അങ്ങനെ സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാറായിരുന്നു. സാറുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പം ഇങ്ങനെ സാറിനെതിരെ പറഞ്ഞപ്പോഴത്തേക്ക് സാറിനെതിരെ പരാതിക്ക് പോകണം എന്നൊരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് അതെനിക്ക് മാനസികമായിട്ടും കുറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ നേരത്തെ ഇങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായി. സാറങ്ങനെ വടിയെടുത്ത് അടിക്കാറൊന്നുമില്ല. കൈ കൊണ്ട് ഇങ്ങനെ ഇടിക്കും, കാലുകൊണ്ട് തൊഴിക്കും. പക്ഷെ അതൊക്കെ തമാശയായിട്ട് ഇത്രയും സീരിയസ് ആയിട്ട് ഇതുവരൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തമാശയായിട്ടേ നമ്മളത് കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ ഇവിടെ ഇങ്ങനെ നീര് പിടിച്ചിരിക്കുന്നുണ്ട്. അച്ഛൻ ചോദിച്ചു സംഭവം എന്തോന്ന് ചോദിച്ചു. അപ്പം അച്ഛനടുത്ത് പറഞ്ഞു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സാറ് വീട്ടിൽ വന്ന് ഒരു ഭ്രാന്ത് പിടിച്ച നിമിഷത്തിൽ പറ്റിപ്പോയതാ, സോറി പറഞ്ഞു എന്നൊക്കെ അങ്ങനെ വൈകുന്നേരം വന്ന് ക്ഷമ ചോദിച്ചു. അപ്പം പിന്നെ രാത്രിയിൽ ഈ തലയുടെ ബാക്കിൽ ഇങ്ങനെ നല്ല മുഴച്ച് വേദന ഉള്ളതുകൊണ്ട് ആശുപത്രിയിൽ പോയി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോയി.
അവിടുന്ന് ഡോക്ടർ CT എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അതാ സംഭവിച്ചത്. പിന്നെ ഇപ്പം കഴിഞ്ഞ കുറേ പ്രശ്നങ്ങളായിട്ട് ഇത് 5ാമത്തെ തവണയാണ് നടക്കുന്നത്. ഈ ബാക്കിയുള്ള 4 തവണയും അവർ ക്ഷമിച്ചുകൊണ്ട് ഇപ്പം എനിക്കിത് കൊള്ളേണ്ടി വന്നു. അപ്പം ഇപ്പം ഞാനിത് ക്ഷമിക്കുകയാണെങ്കിൽ നാളെ അത് വേറൊരു കുട്ടിക്ക് കൊള്ളേണ്ടി വരും. വേറെ 4 പേരെ ഇങ്ങനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു കൊച്ചിൻ്റെ ഇവിടെ തന്നെ അടുത്തുള്ളൊരു കൊച്ചിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ തിരിച്ചോടിച്ചു. അങ്ങനെ അവരൊക്കെ പരാതിക്ക് അവരൊക്കെ ഇങ്ങനെ കോംപ്രമൈസ് ആക്കി തീർത്തു. അവർ കോംപ്രമൈസ് ആക്കിക്കൊണ്ട് എനിക്കിത് കൊള്ളേണ്ടി വന്നു. ഞാൻ കോംപ്രമൈസ് ആക്കി തീർത്താൽ എനിക്ക് നാളെ വേറൊരു കുട്ടിക്ക് ഇത് കൊള്ളേണ്ടി വരും. അങ്ങനെ വേറൊരാൾ ഇങ്ങനെ അടി വാങ്ങിക്കുകയാണെങ്കിൽ അതിന് സ്വാഭാവികമായിട്ട് ഞാനും കാരണക്കാരനാകും. അങ്ങനെ വേറൊരാൾക്ക് ഇനി അങ്ങനെ പറ്റാൻ പാടില്ലല്ലോ.